ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞമ്മക്കും സുഖമാണ് കേട്ടോ. ഇതന്നെയാണ് എന്നും ആദ്യം പറയാറ് കേട്ടോ. ഇത് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ കിട്ടൂല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ 200 പേരൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ 10 പേര് ലൈക്ക് ചെയ്തു കേട്ടോ. ആ 10 പേര് ചെയ്ത ഏത് ആൾക്കാരായാലും ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ആ ഒരു ലൈക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ വിഷു ദിനത്തിൻ്റെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷുവൊന്നുമില്ല ഇവിടെ. നമ്മളെ ചേച്ചീൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആകുമ്പോഴേ അവിടെ നല്ല പടക്കമൊക്കെ പൊട്ടിച്ചിട്ടും പിന്നെ പായസം തന്നിട്ടും വിഷു സദ്യയൊക്കെ തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് വിട്ടിട്ടായ കാരണം നമുക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മക്കൾസിനെ മദ്രസയിൽ വിട്ട് വന്നപ്പോൾ അടുത്തൊരു വീട്ടിൽ നിന്ന് കുറേ മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾസ് വരുമ്പോൾ തന്നെ അതൊന്ന് കോർത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണേ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടൊന്നും വീഡിയോ എടുക്കാറില്ല കേട്ടോ. എനിക്ക് മടിയാണ്, ചമ്മലാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും വേണ്ടിയില്ല, ആരുമില്ലല്ലോ എന്ന് കരുതിയിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നെ അറിയുന്ന കുറേ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വീഡിയോ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ ആരും കാണുന്നില്ല തോന്നുന്നു. അപ്പോൾ എൻ്റെ സനു, ജൂബി, അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് കേട്ടോ. അപ്പോൾ കൂടെ പഠിച്ചവരും കൂടെ കളിച്ചവരും അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സുകൾ, നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഒരു നല്ല ഭാഗ്യം ചെയ്തവളാണെന്ന് കരുതുന്നു കേട്ടോ. കാരണം എല്ലായിടത്ത് പോയാലും എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കാണുന്നു. അത് ഞാൻ അത്ര വലിയ കഴിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും നമുക്ക് കൂടെ ഫ്രണ്ട്സുകളായിട്ടുള്ളത് കുറേ നല്ല ഫ്രണ്ട്സുകളാട്ടോ. അത് നല്ല അത്യാവശ്യം കഴിവും കാര്യങ്ങളും ഉള്ളവരും പഠിക്കുന്നവരും ജോലിയുള്ളവരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. പിന്നെ നമ്മളെ ചേച്ചിമാർ, അമ്മമാർ, അടുത്ത വീട്ടിലെ താത്തമാർ, അങ്ങനെ എല്ലാവരും വയസ്സും പ്രായമൊന്നും ഇല്ലാത്തവരൊക്കെ നമ്മളെ കൂട്ടുകാരാട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് വിഷുവൊക്കെ ആയിട്ട് അടിപൊളി ഒരു സദ്യയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി പ്ലാനൊക്കെ ഇട്ടു. ഇന്നലെ കടയിൽ പോയിട്ട് ചന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത താത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എന്താ അറിയില്ല കേട്ടോ, എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നിയില്ല ഒന്നും. അപ്പോൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് പച്ചക്കറിയൊക്കെ കേട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണം കുറേ ദിവസമായിരിക്കുന്ന സാമ്പാർ വെച്ചിട്ടാ. അപ്പോൾ ഞാൻ സാമ്പാർ കഷ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പയർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നമ്മളെ പറമ്പിലത്തെ പയറൊക്കെ പൊട്ടിച്ചെടുത്തതാണ്. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം സാമ്പാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ 2-3 വട്ടം ഇട്ടതാണ്. അപ്പോൾ കഷ്ണം മുറിക്കുന്നത് ഇട്ടതാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഭാഗം കാണുന്നില്ല കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മുറിച്ചതിന് ശേഷം ഞാൻ ആദ്യം മത്തക്കായും പിന്നെ വെണ്ടക്ക അതൊക്കെ പിന്നിട്ട് വെക്കാറ്. മത്തങ്ങയും പിന്നെ കുമ്പളങ്ങ അങ്ങനെയുള്ളതൊക്കെ ആദ്യം ഒന്ന് പരിപ്പിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയായിട്ട് ചെയ്യുക. എൻ്റെ മോൾ ഇന്നലെ എൻ്റെ വോയിസ് കേട്ടിട്ട് പറയാം, ചെന്നിന എന്നൊക്കെ പറയുന്നത് കേട്ടോ. ചിലപ്പം പറയാൻ കിട്ടാതാവും കേട്ടോ. അപ്പോഴാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പരിപ്പ് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ പൊടികളില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു മുളക് പൊടി ഭയങ്കര എരിവാണ്. മക്കൾസ് ചിലപ്പോൾ ഈ സാമ്പാർ കഷ്ണമൊക്കെ കഴിക്കും, ചിലപ്പം കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് എരിഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മക്കളോടൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിക്കാം കേട്ടോ. പക്ഷേ അവരെടുത്തിട്ടുണ്ടെങ്കിൽ ഇളകിങ്ങാണ്ടായിരിക്കും കേട്ടോ. ഞാൻ തന്നെ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഫോണൊക്കെ ഇളകിയിട്ടും മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ നമ്മളെ കൈയൊക്കെ കാലൊക്കെ പൊള്ളിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒന്ന് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾ ലൈക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ നിങ്ങളെ വീഡിയോ ഇങ്ങനെ മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ലൈക്ക് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. എന്തായാലും ഓരോരുത്തർ കണ്ടിട്ട് കമൻറ്റെങ്കിലും ഉണ്ടല്ലോ, അത് കാണുമ്പോൾ അതിലേറെ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് ഞാനിതാ ക്യാരറ്റ്, വഴുതനങ്ങ, വെണ്ടക്കായും പിന്നെ അങ്ങനെയുള്ള ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒക്കെ ഞാൻ പിന്നെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ തേങ്ങ പൊളിക്കണ പുന്തൊന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ മടാൾമൊക്കെ വെച്ചിട്ട് തേങ്ങ ഒക്കെ പൊളിച്ച് വരുമ്പോഴത്തേന് ടൈം എടുക്കുന്നു കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ മസാലക്കറി കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് വറവിട്ടിട്ട് നമ്മുടെ മല്ലിച്ചേപ്പും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ നട്ടിട്ട് അതിലൊരു വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ കറിക്ക്.
ലാസ്റ്റായിട്ടോ ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. കറി തിളച്ച് വന്നതിന് ശേഷം അതിൽ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിയലും രസവും ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ കരുതി ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഒക്കെ നാശമായി പോകും. അപ്പോൾ ഞാൻ രസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രസം ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ അവിയലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ചേച്ചീനെ മിസ് ചെയ്യുക കേട്ടോ. ചേച്ചിയാണ് കേട്ടോ എനിക്കെല്ലാം കൊടുന്ന് തരാറ്. ഞാൻ ഉണ്ടാക്കൊന്നും വേണ്ട കേട്ടോ. ചേച്ചി പറയും എനിക്കുള്ളത് കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. ആർക്കില്ലെങ്കിലും എനിക്കുള്ളത് ഏതും കുറച്ചുണ്ടാവും കേട്ടോ. പുളിയിഞ്ചും അവിയലും പിന്നെ മത്തങ്ങ തോരനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും കേട്ടോ. എൽശ്ശേരി പുളിശ്ശേരി ഒക്കെ എനിക്കുള്ളത് വീട്ടിലേക്ക് എത്തിക്കാറുണ്ട് കേട്ടോ. ഓണായാലും വിഷു ആയാലും ഒക്കെ. അപ്പോൾ എന്തായാലും പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പായസത്തിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാത്രം. അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയതിന് ശേഷം ഒരു 10 പപ്പടം എടുത്തിട്ട് അതും പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ദിവസമായിക്കണം പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ശർക്കര ഇരിക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേശം ഒരു തുള്ളി പോലും അങ്ങനെ ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കി. കേബേജ് കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്നാൻ പോവുകയാണ്. പിന്നെ മോളൂസ് ചെമ്മീൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചമ്മന്തി. അപ്പോൾ അങ്ങനെ ചോറ് തിന്നു. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പായസം എടുത്ത് വെച്ചതാണ്. പായസം പിന്നെ കേട്ടോ കുടിച്ചത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് നല്ല പടക്കും പൂത്തിരിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. എന്നോട് മോള് പറഞ്ഞു വീഡിയോ എടുക്കാൻ വെച്ചാൽ, പക്ഷെ ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. ഞങ്ങളിത് വൈകിട്ട് പാടത്തേക്ക് ഇറങ്ങി. പാട്ടും കുട്ടീനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഈ കുഞ്ഞാടിനെ കണ്ടാണ്. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.